ഹായ് ഫുഡീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാർ പൊടിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ചീനച്ചട്ടി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഡ്രൈ റോസ്റ്റാണ് ചെയ്യേണ്ടതല്ലോ. എന്തൊക്കെയാണെന്ന് വെച്ചാൽ മല്ലി, പിന്നെ കറിവേപ്പില, വറ്റൽമുളക്, ഉഴുന്ന് പരിപ്പ്, പിന്നെ കുറച്ച് പച്ചരി. ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ സെപ്പറേറ്റ് ഓരോ തവണ ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ട് എല്ലാം കൂടി എന്ത് ചെയ്യുക, നമ്മൾ മിക്സ് ചെയ്തൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ക്രഷെല്ലാം നന്നായിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തിട്ട് നമുക്ക് കളറ് കുറവാന്ന് തോന്നുന്നത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചാൽ മഞ്ഞളും മുളക് പൊടി ഉണ്ടല്ലോ, അതും കൂടി ആവശ്യാനുസരണം ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അത് വീണ്ടും പൊടിക്കുക. അപ്പം ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് പൊടിച്ചത്. എന്നുവെച്ചാൽ ആദ്യം പൊടിച്ചപ്പോൾ കളറിലായിരുന്നു. അപ്പോൾ രണ്ടാമത്തേൽ വീണ്ടും എന്ത് ചെയ്തു, കുറച്ച് മഞ്ഞളും മുളക് പൊടിയും കൂടി എക്സ്ട്രാ ഇട്ടിട്ട് പൊടിച്ച് വെച്ചു. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഒന്ന് ആറിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ പൊടിച്ചിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എന്നിട്ട് ഫ്രിഡ്ജിൽ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലോ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്ത് ചെയ്ത് പൊടിയൊക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, കായത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് നമ്മൾ കുറച്ച് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് അതും കൂടി മിക്സ് ചെയ്ത്, എന്താ വെച്ചാൽ സാമ്പാർ പൊടിക്ക് കായാണല്ലോ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അതൊക്കെ കൂടി ചെയ്യുക. എന്നിട്ട് 2 ബാച്ചായി പൊടിച്ചത് രണ്ടും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ടിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഈ സാമ്പാർ പൊടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ പീടികയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്താണ്, ഹെൽത്തിയാണ്, നല്ലതുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയല്ലേ വേണ്ടു. മല്ലി, പിന്നെ വറ്റൽമുളക് എന്തായാലും വീട്ടിലുണ്ടാവും, കറിവേപ്പില, പിന്നെ പച്ചരി, ഉഴുന്ന് പരിപ്പും കായപ്പൊടി, ഇതൊക്കെയാണല്ലോ വേണ്ടു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.